എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മണ്ണിടിച്ചിൽ, പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകൾ നിർബന്ധമായും മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ട്. ടി അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകാനുള്ളത്. അശ്വതി, എറണാകുളത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഒപ്പം തന്നെ പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? എവിടെയൊക്കെയാണ് ജാഗ്രത വേണ്ടത്? അശ്വതി, പ്രധാനമായും ഇന്ന് വലിയ മഴയാണ്. രാവിലെ മുതൽ വലിയ മഴ എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഓറഞ്ച് അലർട്ട് ഒരു റെഡ് അലർട്ടിന് സമാനമായ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ നിർബന്ധമായും മാറി താമസിക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. അത് നിർബന്ധമായും അവിടെ നിന്ന് മാറി താമസിക്കണം. അത് മാറി താമസിക്കാത്തവർക്ക് ഉത്തരവിലൂടെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും വലിയ ജാഗ്രത പാലിക്കണം എന്നും ഈ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ വിവിധ പ്രദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. അവിടെ വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കോതമംഗലം, അതുപോലെ തന്നെ മൂവാറ്റുപുഴ മേഖലകളാണ്. കോതമംഗലം ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ, മലയോര മേഖലയായതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂവാറ്റുപുഴ നഗരത്തിലടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഈ മേഖലകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം നിരവധി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജില്ലയിൽ 9 ക്യാമ്പുകളിലായി 64 കുടുംബങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ കോതമംഗലം താലൂക്കിൽ 2, കുന്നത്തുനാട്, അതുപോലെ തന്നെ മൂവാറ്റുപുഴ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ക്യാമ്പുകൾ ഉള്ളത്. 103 സ്ത്രീകളും 73 പുരുഷന്മാരും കുട്ടികൾ 27. ഇങ്ങനെയാണ് ഈ കണക്കുകൾ ഉള്ളത്. ഇന്നലെ രാത്രിയോടെ വന്നിട്ടുള്ള ലിസ്റ്റാണ് ഇത്. അതായത് ഈ മേഖലകളിൽ വലിയ തോതിൽ ഉള്ള ഒരു മഴക്കെടുതി ഉണ്ട് എന്നതാണ്. ഇന്ന് ജില്ലയിൽ മറ്റിടങ്ങളിൽ ഒന്നും തന്നെ പ്രത്യേക കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എറണാകുളം ജില്ലയുടെ മറുഭാഗം നോക്കുകയാണെങ്കിൽ അത് കടലോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, കടലാക്രമണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള മേഖലകളാണ്. അവിടെയും വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോജി എം ജോൺ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ മൂവാറ്റുപുഴ മേഖലകളിൽ അടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വീണ്ടും രൂപപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ആരും അത്തരം മേഖലകളിലേക്ക് പോവുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അശ്വതി.